രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. നവരാത്രി വേളയിൽ നമ്മളെല്ലാവരും ഗോപൂജ ചെയ്യാറുണ്ടല്ലോ. എല്ലാ മൃഗങ്ങളെ പ്രതിയുള്ള നമ്മുടെ സ്നേഹം, ആരാധന, അവയോടുള്ള നമ്മുടെ റെസ്പെക്റ്റ്, അത് പൂജയുടെ രൂപത്തിൽ നമ്മൾ അന്നത്തെ ദിവസം പ്രദാനം ചെയ്യുകയാണ്. എന്തിനാണ് നമ്മൾ ഗോക്കളെ പൂജിക്കുന്നത്? പലരും ചോദിക്കും, നിങ്ങളെന്തിനാ ഈ പക്ഷി മൃഗാദികളെയൊക്കെ പൂജിക്കുന്നത്? നമുക്ക് അതിൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ആരെങ്കിലും ചോദിക്കുമ്പോൾ അയ്യോ നമുക്ക് ഉത്തരം ഇല്ലെങ്കിൽ നമ്മൾ ചുള്ളിപ്പോവും. അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിനെയും പ്രതി ഒരു വ്യക്തമായ ധാരണ, അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും വേണം. എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള നോളേജ്, അറിവ്, ആ അറിവിനാൽ നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. പശുക്കളെ തന്നെ നോക്കൂ. നമ്മൾ അവയെ വളർത്തി ജീവിതകാലം മുഴുവൻ അവയുടെ സേവനം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു പശു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്ര ഉപകാരപ്രദമാണ്. അവയുടെ പാലും ചാണകവും ഗോമൂത്രവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല കുടുംബങ്ങൾക്കും പശുവിനെയും കൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉപജീവന മാർഗം, മക്കളുടെ പഠിപ്പും ജീവിത ചെലവുകളെല്ലാം കേവലം പശുവിൽ നിന്ന് അതിൻ്റെ പാല് വിറ്റ് മാത്രം ജീവിക്കുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. ആലോചിച്ച് നോക്കൂ. ഇപ്പം ജീവിതകാലം മുഴുവൻ നമുക്ക് വരുമാനം ഉണ്ടാക്കി തന്ന്, നമുക്ക് ജീവിതം ഉണ്ടാക്കി തന്ന്, നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും ജീവിതം തന്നിട്ട് അവസാനം അതിൻ്റെ കറവ് നിൽക്കുമ്പോൾ നമ്മളതിനെ അറവുശാലയിലേക്ക് കൊടുക്കുന്ന നമ്മുടെ സംസ്കാരം, അതിന് നമ്മുടെ സംസ്കാരം എന്ന് പറയാൻ പറ്റൂ? നമ്മുടെ സംസ്കാരം എന്ന് പറയാൻ കഴിയില്ല. ഒരിക്കലും അതിനെ നമ്മൾ കൊല്ലാനായിട്ട് കൊടുക്കരുത്. നമ്മുടെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, കുടുംബം പുലർത്തണം. നമ്മളൊന്ന് വയ്യാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഇല്ല എന്ന് കണ്ടാൽ നമ്മളെ അറവുശാലയിലേക്ക് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുമോ? നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാൻ പോലും കഴിയുന്നതിനേക്കാളും അപ്പുറമാണ്. അതുപോലെ നമ്മളെപ്പോലെ തന്നെ ഒരു ജീവനല്ലേ മൃഗങ്ങളുടെയും. അത് പശുവാകട്ടെ, കാളയാകട്ടെ, എരുമയാകട്ടെ, പോത്താകട്ടെ, ഏത് മൃഗങ്ങളാകട്ടെ, ഏത് പക്ഷികളാകട്ടെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. അത് കോഴിയാകട്ടെ, താറാവാകട്ടെ, ഏത് ജീവജാലങ്ങളാകട്ടെ, അവയിലൊരു ജീവനുണ്ടല്ലോ, അതിലൊരു ആത്മാവുണ്ടല്ലോ, ഒരു ചൈതന്യം ഉണ്ടല്ലോ. അതിനെ കൊല്ലാനുള്ള അവകാശം നമുക്കെന്താണ്? ഹിംസ മഹാപാപമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ന്യായം എന്താ പറയണേ? നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഹിംസിക്കുന്നതിന് കുഴപ്പമില്ല. ഹിംസ എന്തായാലും ഹിംസ തന്നെയല്ലേ. നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഹിംസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഈ ഭൂമി, ഈ 5 തത്വങ്ങളും, ഭൂമിയും വെള്ളവും ആകാശവും അഗ്നിയും ഈ വായുവും ചേർന്ന് ഈ പ്രകൃതി മാതാവ്, ഈ പ്രപഞ്ചത്തിൽ നമുക്കെല്ലാവർക്കും, മനുഷ്യരാശിക്ക് മുഴുവൻ ഭക്ഷിക്കാൻ യോഗ്യമായ എത്ര സാധനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇത്രയും ധാന്യങ്ങൾ, ഇത്രയും പച്ചക്കറികൾ, ഇത്രയും പഴവർഗ്ഗങ്ങൾ, ഇത്രയും പരിപ്പുകൾ, എത്ര ഫലമൂലാദികൾ ഈ ഭൂമിയിലുണ്ട്. ഇവയെല്ലാം പ്രകൃതി മാതാവ് നമുക്കല്ലേ തന്നിരിക്കണേ. ഇതെല്ലാം നമുക്ക് ഭക്ഷിക്കാം. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ആവശ്യത്തിനുള്ളത്, ആരോഗ്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആഹാരത്തിൻ്റെ പേരിൽ എന്തിന് നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കൊന്ന് ഹിംസ ചെയ്ത് ആ പാപവും കൂടി നമ്മുടെ തലയിലേക്ക് ഉണ്ടാക്കണം? ഒരു തരത്തിൽ തീർച്ചയായിട്ടും ഇത് പാപമല്ലേ, ഹിംസയാണല്ലോ.
ഹിംസ പാപത്തിൽ തന്നെയല്ലേ ഗണിക്കണേ? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള ഒരു കർമ്മമാണ്. പണിഷ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ കാരണം? നമ്മൾ അവർക്ക് വേദന കൊടുക്കുമ്പോൾ, നമ്മൾ അവരെ ഹിംസിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ഒരു മനുഷ്യനെ ഹിംസിച്ച എന്താ ചെയ്യുക? ഉടനെ കൊലപാതകി എന്ന് പറഞ്ഞ് അവരെ ജയിലിലടയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ മറ്റു പക്ഷി മൃഗാദികളുടെ ജീവൻ നമ്മൾ എടുക്കുമ്പോൾ അവയ്ക്ക് നമ്മളെ കൊണ്ട് ജയിലിലിടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ജയിലിൽ കിടക്കുന്നതിന് തുല്യമായ ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിൽ അങ്ങനെയുള്ള കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും. അതൊരു പക്ഷെ ചിലപ്പോൾ ജയിൽ ശിക്ഷയെക്കാളും കൂടുതലായിരിക്കും. ഈ മാനസിക വേദനകൾ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തീർച്ചയായിട്ടും ഈ ഹിംസ മനോഭാവമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഏതിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് ജീവജാലങ്ങളെ ഹിംസിക്കാനുള്ള യാതൊരു അവകാശവും നമുക്കാർക്കും തന്നിട്ടില്ല, ആരും തന്നെ. അത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു കർമ്മമാണ്. ആ ഹിംസയുടെ ഫലം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കേണ്ടി തന്നെ വരും. ആ പണിഷ്മെന്റുകൾ അഥവാ ജീവിതത്തിലുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദങ്ങളും വേദനകളും ഇന്നല്ലെങ്കിൽ നാളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. എന്തിന്? ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ലോകത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കണേ? നമ്മൾ അതിൻ്റെ ഏതെല്ലാം സയൻറ്റിഫിക് സൈഡുകൾ നമ്മൾ പഠിക്കുമ്പോഴും അതിനെല്ലാം ഒരു സ്പിരിച്വൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സയൻസും ചില പ്രകൃതിയുടെ യൂണിവേഴ്സൽ ലോസും ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടെന്ന് നമ്മളാരും മറക്കരുത്. ഇന്ന് ലോകത്തിൽ ഇത്രയധികം വേദനയുടെയും ഹിംസയുടെയും ഭയത്തിൻ്റെയും വൈബ്രേഷൻസ്, നെഗറ്റീവ് വൈബ്രേഷൻ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ്. കാരണം നിത്യേന നമ്മൾ ഭക്ഷണത്തിൻ്റെ പേരിൽ എത്ര ജീവജാലങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. അപ്പം ഇത്രയും ജീവികളുടെ വേദന, കൊല്ലുന്ന സമയത്തെ അവരുടെ ഭയം, അവർക്ക് നമ്മളോടുള്ള വെറുപ്പ്, വൈരാഗ്യം, ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സുകൾ, ആ ഊർജ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയല്ലേ. അപ്പം അന്തരീക്ഷത്തിൽ ഇത്രയും നെഗറ്റീവ് എനർജി വേദനയുടെ ഉണ്ടാക്കി നമ്മൾ വെക്കുകയാണ്. അപ്പം ഇത്രയും നെഗറ്റീവ് എനർജി വേദനയുടെ, ഭയത്തിൻ്റെ, ഭീതിയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഈ വൈബ്രേഷൻ തീർച്ചയായിട്ടും ഈ അന്തരീക്ഷത്തെ സ്വാധീനിക്കുമല്ലോ. 5 തത്വങ്ങളെ സ്വാധീനിക്കില്ലേ? നമ്മുടെ മനസ്സുകൾക്കും അത് വേദന നൽകും, പ്രകൃതിയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഈ താളം തെറ്റിൽ, അതിൻ്റെ സന്തുലന അവസ്ഥയ്ക്കൊരു താളം തെറ്റുന്നതിന് പ്രധാനമായും ഈ വേദനകളുടെ നെഗറ്റിവിറ്റിയുടെ വൈബ്രേഷനും ഉണ്ട്. കാരണം അത് എനർജിയാണല്ലോ, ഊർജമല്ലേ, നെഗറ്റീവ് എനർജി അല്ലേ. ഊർജം തീർച്ചയായിട്ടും അതിൻ്റെ പണിയെടുക്കുമല്ലോ. എല്ലാ ദുരന്തങ്ങൾക്കും പിന്നിൽ ഈ പക്ഷി മൃഗാദികളുടെ വേദനകൾ, അവരുടെ ദീനരോധനങ്ങൾ, തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഊർജവും ചെറുതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മൾ എന്തിനാ യഥാർത്ഥത്തിൽ ഭക്ഷിക്കുന്നത് തന്നെ? ഭക്ഷണം എന്തിനാ കഴിക്കണേ? ആഹാരം നമ്മൾ കഴിക്കണ ഊർജത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഊർജമുള്ള ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കേണ്ടത്? ഊർജം എവിടെയാണുള്ളത്? സൗരോർജം അതേപോലെ സംഭരിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ മണ്ണിന് മുകളിൽ വിളയുന്ന ധാന്യങ്ങളിലും മണ്ണിന് മുകളിലും വിളയുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും എല്ലാ ഇലവർഗങ്ങളിലും ഏറ്റവും കൂടുതൽ സൗരോർജം ഉള്ളത് ഈ മണ്ണിന് മുകളിൽ വിളയുന്ന വസ്തുക്കളിലാണ്. അപ്പോൾ പ്രകൃതി മാതാവ് നമുക്ക് എത്ര സാധനങ്ങളെ തരണേ? എത്ര മരങ്ങളാണ് നമുക്ക് പഴങ്ങൾ തന്നുകൊണ്ടിരിക്കണം? എത്ര പരിപ്പ് വർഗ്ഗങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇവിടെയുള്ള ധാന്യങ്ങളിലും പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും പരിപ്പുകളിലും എല്ലാം നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോട്ടീൻസും എല്ലാ വിറ്റാമിൻസും എല്ലാ മിനറൽസും കാർബോഹൈഡ്രേറ്റും ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യത്തോടെ നമുക്ക് നമ്മളെ വെക്കാൻ വേണ്ടുന്ന എല്ലാം ഈ തത്വത്തിലുണ്ട്. കാരണം ഈ ശരീരം 5 തത്വം കൊണ്ട് നിർമ്മിച്ചതല്ലേ. 5 തത്വം ചേർന്ന് ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഈ തത്വങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടതാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗരോർജം അങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് മണ്ണിൻ്റെ മേലെ വിളയുന്ന സാധനങ്ങളിലാണ്.
ഇനി മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എത്രയാ കിട്ടണേ? അതിൽ കുറച്ചും കൂടെ സൗരോർജ്ജം കുറവാണ്, എങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മണ്ണിനടിയിലും മണ്ണിന് മുകളിലുമായിട്ട് ഇത്രയും വലിയ സമ്പത്ത് നമുക്ക് വേണ്ടിയിട്ടുണ്ട്, എത്ര വൈഭവങ്ങൾ നമുക്കുണ്ട്. അപ്പൊ കഴിക്കാൻ വേണ്ടത്, വിശപ്പകറ്റാൻ വേണ്ടതെല്ലാം നമുക്ക് ഈ പ്രകൃതി മാതാവ് നൽകുന്നില്ലേ? പിന്നെ ഈ പ്രകൃതിയുടെ മടിയിൽ വളരുന്ന മൃഗങ്ങളെയും പക്ഷികളെയും നമ്മൾ കൊന്നൊടുക്കിയല്ലേ, അതിൻ്റെ വേദന തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നമുക്കൊരു നല്ല ഭക്ഷണ സംസ്കാരം വേണം. അതുകൊണ്ട് ഈ നവരാത്രി വേളയിൽ എങ്ങനെയായാലും നവരാത്രിക്ക് നമ്മളെല്ലാവരും വ്രതം എടുക്കും. ആ 9 ദിവസത്തില് ഭക്ഷണശുദ്ധി നമ്മൾ പാലിക്കും ഇല്ലേ? നമ്മൾ സസ്യാഹാരം കഴിക്കും, ഏറ്റവും നല്ല രീതിയിലെ ഭക്ഷണം കഴിക്കുള്ളൂ, നിവേദ്യം വെച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ? അപ്പം അതേപോലെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം ഇത് കേവലം 9 ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ ജീവിത വ്രതങ്ങളായിരിക്കണം. നമുക്ക് ആരോഗ്യമുള്ള ശരീരമാണ് വേണ്ടതെങ്കിൽ ഊർജമുള്ള ഭക്ഷണം കഴിക്കൂ. അത് 9 ദിവസം മാത്രമല്ല. ഈ ഊർജമുള്ള ഭക്ഷണം പ്രകൃതിയിൽ ഈ മണ്ണിന് മുകളിലും മണ്ണിനടിയിലും വിളയുന്ന എല്ലാ ധാന്യങ്ങളും എല്ലാ പച്ചക്കറികളും എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ഭക്ഷണ സംസ്കാരം നമുക്കും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും വരും തലമുറകൾക്കും ഒരു നല്ല ഭക്ഷണ സംസ്കാരം നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും നല്ല വിദ്യയാണ് നമ്മൾ അവർക്ക് കൊടുക്കണം. ഏറ്റവും വലിയ സമ്പത്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അവരുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തോടെ വയ്ക്കാനും അവർക്ക് അവരുടെ ബുദ്ധിയെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും ഏറ്റവും ക്രിയേറ്റീവായിട്ട് മാറാനും തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന നാളെ നമ്മുടെ നാടിന് ലോകത്തിന് നല്ല സംഭാവനകൾ പ്രദാനം ചെയ്യാനും അവരുടെ ജീവിതം കൊണ്ട് കഴിയും. ഒരിക്കലും നമ്മളാരും തന്നെ നമ്മുടെ വയറിനെയും മറ്റുള്ളവരുടെ വയറുകളെയും ശ്മശാനാക്കി മാറ്റരുത്. ചത്തതിനെയും കൊന്നതിനെയൊക്കെ കൊണ്ടിടുന്നത് എവിടെയാണ്? സാധാരണ ശ്മശാനത്തിലല്ലേ ഡെഡ് ബോഡി ഇടുന്ന സ്ഥലം. നമ്മുടെ ഈ ഉദരം ഒരിക്കലും ഡെഡ് ബോഡിയെ കത്തിക്കാനുള്ള സ്ഥലമല്ല. നമ്മുടെ വയറ് ശ്മശാനമാക്കാതെ നമുക്ക് നല്ലൊരു ഭക്ഷണ സംസ്കാരം തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം ഉണ്ടായാൽ തന്നെ നമ്മുടെ സ്വഭാവങ്ങളിലും ശീലങ്ങളിലും മാറ്റം വരാൻ തുടങ്ങും. ഒരു കരുണാഹൃദയം തന്നെ, കാരണം ഈ ഹിംസയുടെ സ്വഭാവം മാറുമ്പോൾ തന്നെ നമുക്ക് പരസ്പരവും വളരെ സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ശീലം വരും. ഇപ്പം നോക്കൂ, നമ്മുടെ വീടുകളിൽ തന്നെ നോക്കൂ, ആരെങ്കിലും വയസ്സായി കഴിഞ്ഞാൽ പ്രായമായവരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുക. ഈ ശീലങ്ങളൊക്കെ നമുക്ക് യാതൊരു കരുണയില്ലാത്ത ഹൃദയത്തിന് ഉടമകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നാളെ നമ്മുടെ അവസ്ഥ എന്താ സംഭവിക്കണേ? പ്രായമായി അവർക്ക് വരുമാനം ഇല്ല, അല്ലെങ്കിൽ ജോലി വേലകളൊന്നും ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ട് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുകയാണോ വേണ്ടത്? നാളെ നമ്മളെ ഇതുപോലെ നമ്മുടെ മക്കളല്ലേ, നമ്മുടെ പേരമക്കളുടെ കാലത്തും നമ്മുടെ ഗതി ഇതിനേക്കാളും മോശമാകില്ലേ? കാരണം നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് കിട്ടുള്ളൂ. ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയച്ഛനോടും അമ്മായിയമ്മയോടും മുത്തശ്ശിമാരോടും മുത്തശ്ശന്മാരോടും നമ്മളെന്ത് ചെയ്തു? അതിൻ്റെ പലിശ സഹിതം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇത് നമ്മളാരും മറക്കരുത്. അതിനാലേ ഈ നവരാത്രിയുടെ വ്രതശുദ്ധിയുടെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നാളുകളിൽ നമുക്കെല്ലാവർക്കും ഒരു റീതിങ്കിങ്, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും തിരുത്തൽ കൊണ്ടുവരാനുള്ള ഒരു അവസരമായിരിക്കണം. അപ്പോഴല്ലേ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അർത്ഥവത്തായിട്ട് മാറുള്ളൂ. നമ്മൾ എന്താഹാരം കഴിക്കണം, ഇത് നമ്മുടെ ചോയ്സാണ്, അവനവൻ്റെ ചോയ്സാണ്. അതുകൊണ്ട് വളരെ നല്ല ബുദ്ധിപരമായ ഒരു തീരുമാനം നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ കൊണ്ടുവരൂ. ഊർജമുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശീലിക്കൂ. അപ്പോൾ നമുക്ക് ഗോക്കളോടെന്നല്ല, എല്ലാ മൃഗങ്ങളോടും എല്ലാ പക്ഷികളോടും, കാരണം അവയെല്ലാം ഈ ഭൂമിയുടെ അവകാശികളല്ലേ. നമ്മൾ വിചാരിക്കരുത് ഈ ഭൂമിയുടെ സർവാധികാരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്, മനുഷ്യന് ബുദ്ധി വൈഭവം തന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എല്ലാറ്റിനെയും കൊന്നു തിന്നാനുള്ള അധികാരമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു ഗൃഹത്തിൽ തന്നെ ഒരു ഗൃഹനാഥനുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസിന് ആ ഓഫീസ് മാനേജ് ചെയ്യാനൊരു മാനേജറുണ്ട്. ആ അധികാരം നമുക്ക് എന്തിനാ കിട്ടിയിരിക്കണേ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും
അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവരെയെല്ലാം കൊന്നു തിന്നാൻ അല്ലല്ലോ നമുക്ക് അധികാരം കിട്ടിയിരിക്കണേ. ഇപ്പൊ ഒരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധികാരം എന്താണ്? ആ ഗൃഹത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുക. അതിൻ്റെ മേൽനോട്ടമാണ് നമുക്ക് തന്നിരിക്കണം. എല്ലാവർക്കും അവിടെ സമാധാനപൂർവ്വമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അതുപോലെ ഈ ഭൂമിയിലെ അവകാശികൾ അല്ലെങ്കിൽ അധികാരികളാണ് മാനവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പക്ഷികളും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവയും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവരുടെയും കൂടെ സാന്നിധ്യം കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അവയെ കൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. മനുഷ്യനാണ് അവരുടെ എല്ലാം ലാഭം എടുക്കണം. അതുകൊണ്ട് ഈ പൂജാവേളയിൽ നമ്മൾ അവയെ പൂജിക്കുമ്പോൾ, മൃഗങ്ങളെ പൂജിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഗോപൂജയെല്ലാം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവരോടുള്ള ആരാധന, റെസ്പെക്റ്റ്. കാരണം അവർ ദാതാവാണ്, തരുന്നവർ മാത്രമാണ്. ഏതെങ്കിലും പശു അത് തരുന്ന പാലിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നില്ലല്ലോ? വാങ്ങുന്നുണ്ടോ? എത്ര വളമാണ് നമുക്ക് തരണേ? അത് എണ്ണി നമ്മളോട് തിരിച്ച് ചോദിക്കുന്നുണ്ടോ? എത്ര പശുക്കള് അല്ലെങ്കിൽ എത്ര പക്ഷി മൃഗാദികള് ഏതെല്ലാം തരത്തിൽ നമുക്ക് സേവനം തരുന്നോ ആ സേവനങ്ങളെല്ലാം നമുക്ക് സൗജന്യമായിട്ടാണ് തരുന്നത്. നമ്മളെല്ലാം സൗജന്യമായിട്ട് എടുക്കുക. അവരുടെ കയ്യിൽ നിന്ന് സൗജന്യമായിട്ട് എടുത്ത് നമ്മൾ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, വരുമാനം ഉണ്ടാക്കുക ചെയ്യണേ. അപ്പൊ നമുക്ക് നിസ്വാർത്ഥ മനോഭാവത്തോടെ നമ്മുടെ സേവനം ചെയ്യുന്ന അവര് ദാതാവാണ്. ആ നൽകുന്ന സംസ്കാരം അവർക്കുണ്ട്. ഭഗവാനിലുള്ള അതേ സംസ്കാരം. ഈശ്വരനെ ദാതാവെന്നല്ലേ വിളിക്കണേ. അതേപോലെ ഈ പക്ഷി മൃഗാദികളെല്ലാം എന്താ ചെയ്യണേ? അവയുടെ സേവനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരു ദാതാവിനെ പോലെ തന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത്രയും ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ദാനത്തിന് ഉള്ള റെസ്പെക്റ്റാണ് നമ്മൾ അവയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്. പൂജ കൊടുക്കുക അർത്ഥം എന്താണ്? അവയെ നമ്മൾ ബഹുമാനിക്കുക. അവയോടുള്ള നമ്മുടെ കൃതാർത്ഥത, നമ്മുടെ കൃതജ്ഞത, നമ്മുടെ നന്ദി അറിയിക്കുക. അപ്പൊ എല്ലാ വർഷവും നവരാത്രി വേളയിൽ നമ്മൾ ഇവയെ പൂജിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു നന്ദി സംസ്കാരമാണ്. നമുക്ക് ആ നന്ദി ഉണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ സേവനങ്ങൾ ചെയ്യുന്ന ഈശ്വരനെ പോലെ ദാതാവിൻ്റെ സംസ്കാരം, നൽകുന്ന സംസ്കാരം, ഒന്നും തിരിച്ചു വാങ്ങാതെ നമുക്ക് വേണ്ടി ഇത്രയും ദാനം ചെയ്യുന്ന ആ സംസ്കാരം നമുക്ക് പക്ഷി മൃഗാദികളിൽ നിന്ന് പോലും പഠിക്കാൻ കിട്ടുന്ന പാഠമാണ്. ശരിക്കും അവരും നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഒന്ന്, നമ്മൾ അവയോടെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. രണ്ടാമത്തത്, അവയെ പോലെ നമ്മളും നിസ്വാർത്ഥ ഭാവത്തോടെ, ഭാവനയോടെ നമ്മുടെ ശരീരവും മനസ്സും ധനവും എല്ലാം ഉപയോഗിച്ച് ധാരാളം പേർക്ക് നന്മ ചെയ്യണം. അനേകർക്ക് മംഗളം ചെയ്യുന്നവരായിട്ട് മാറണം. പശു പോലും അതിൻ്റെ ആ പ്രതീകമല്ലേ. എത്ര മംഗള ചെയ്യണം നമുക്ക് എല്ലാവർക്കും വേണ്ടി. എന്തെല്ലാം ഉപകാരങ്ങൾ, എന്തെല്ലാം ഉപകാരങ്ങൾ. അപ്പം നമ്മളും അതേപോലെ പരോപകാരിയായിരിക്കണം. അതുകൊണ്ട് ഈ വർഷം നവരാത്രിയുടെ ആഘോഷം നടക്കുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും, കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ ആ ശ്രേഷ്ഠമായ സംസ്കാരത്തിൻ്റെ സമ്പത്തിൽ നമ്മൾ നോക്കേണ്ടത് ഒരു നല്ല ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കൊന്നു തിന്നുന്ന ശീലക്കാരായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ നവരാത്രിയിൽ എല്ലാവർക്കും ചേർന്ന് നല്ലൊരു വ്രതം എടുക്കാം. ഇത് 9 ദിവസത്തെ വ്രതമാകരുത്, നമ്മുടെ ജീവിത വ്രതമാകട്ടെ. നമ്മുടെ ഭക്ഷണ സംസ്കാരവും നമ്മുടെ വീടുകളിലെ ഭക്ഷണ സംസ്കാരവും അങ്ങനെ നമ്മുടെ സമൂഹം, നമ്മുടെ നാട്, നമ്മുടെ ഈ ഭാരതമെമ്പാടും ഒരു നല്ല ഭക്ഷണ സംസ്കാരം, ഈ പ്രകൃതി മാതാവ് നമുക്ക് നൽകുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ച് ഊർജമുള്ള ഭക്ഷണം കഴിക്കുന്നവരെ നമുക്ക് മാറാം. അസുഖങ്ങളിൽ നിന്ന് തന്നെ ധാരാളം നമുക്ക് മുക്തി ഉണ്ടാകും. കാരണം ഈ ജീവജാലങ്ങളെ, അത് മൃഗങ്ങളെയാണെങ്കിലും പക്ഷികളെയാണെങ്കിലും നമ്മൾ കൊന്നു തിന്നുന്ന സമയത്ത് അവയുടെ വേദന, അവയുടെ ഭയം, കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന പേടി, അല്ലെങ്കിൽ ചത്തതിനെയാണ് നമ്മൾ കഴിക്കണമെങ്കിൽ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ടാണ് ഓരോ മൃഗങ്ങളും മരിക്കണത്. അത് കോഴികളാകട്ടെ, താറാവാകട്ടെ, പശുവാകട്ടെ, കാളയാകട്ടെ, അവയുടെ ശരീരത്തിലെ ആ രോഗങ്ങളും രോഗാണുക്കളും നമ്മുടെ ശരീരത്തിലേക്കും വരികയല്ലേ. കൊല്ലണ സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭീതിയും ഭയത്തിലും ഉണ്ടാകുന്ന ടോക്സിൻസ് എന്തെല്ലാം വിഷവസ്തുക്കളാണ്.
അത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയല്ലേ. നമ്മൾ പൈസ കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ വിഷവസ്തുക്കൾ വാങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് കഴിച്ച് നമ്മൾ വീണ്ടും രോഗങ്ങൾക്ക് അടിമയാകണേ? അങ്ങനെ ഏതർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും യോഗ്യമായ ഒരു നല്ല ഭക്ഷണ രീതി നമുക്കുണ്ടായാൽ തന്നെ പാവം ഈ ജീവജാലങ്ങളോട് നമ്മൾ കാണിക്കുന്ന കരുണയായിട്ടത് മാറും. നമ്മുടെ ഉള്ളിലും ഒരു നല്ല കരുണാഹൃദയം ഉണ്ടാവും. അത് ജീവജാലങ്ങളോട് മാത്രമല്ല, ആ കരുണാഹൃദയം നമ്മൾ പരസ്പരം മനുഷ്യർക്കിടയിലും നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകാൻ, പരസ്പരം കരുണ കാണിക്കുന്നവരായി മാറാൻ തീർച്ചയായും ആ സ്വഭാവം സംസ്കാരം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ വർഷം ഗോപൂജ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സങ്കല്പം എടുക്കാം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷവേളയിൽ വ്രതശുദ്ധി പാലിക്കുന്ന ഈ 9 ദിവസങ്ങളിൽ ഞാനൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഒരു ദിവസത്തെ ഗോപൂജ മാത്രമല്ല, ഈ ഗോപൂജയിൽ നിന്ന് ഞാൻ ഒരു ശ്രേഷ്ഠമായ പ്രതിജ്ഞാപാഠം, ജീവിതത്തിനൊരു ട്വിസ്റ്റ്, ജീവിതയാത്രയിൽ ഒരു വളരെ ശ്രേഷ്ഠമായ തീരുമാനം, ഒരു വഴിത്തിരിവിനുള്ള തീരുമാനം എടുക്കുകയാണ്. പക്ഷിമൃഗാദികളെ ആഹാരമാക്കുന്നതിന് പകരം ഈ പ്രകൃതി മാതാവ് പഴങ്ങളായും പച്ചക്കറികളായും ധാന്യങ്ങളായും മണ്ണിന് മുകളിൽ ഊർജമടങ്ങിയ ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. മണ്ണിനടിയിൽ ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഇതെല്ലാം തന്ന് എന്നെ സേവിക്കുന്നുണ്ട്. ഊർജമടങ്ങിയ ഈ ഭക്ഷണം സ്വീകരിച്ച് ആരോഗ്യമുള്ളൊരു ജീവിതത്തിനായി ഞാനൊരു വ്രതം, ജീവിതവ്രതം എടുക്കുകയാണ്. എൻ്റെ ഈ ജീവിതവ്രതം, ഈ ഉറച്ച തീരുമാനം തീർച്ചയായും എൻ്റെ കുടുംബത്തിലും വരും തലമുറകൾക്കും എന്നോടൊപ്പം ബന്ധപ്പെടുന്ന അനേക കുടുംബങ്ങൾക്കും ശ്രേഷ്ഠമായ പ്രേരണ നൽകി കുടുംബങ്ങളിലേക്ക് നല്ലൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കുന്ന മാതൃകാ ജീവിതത്തിലേക്ക് ഞാൻ ഒരു കാൽച്ചുവട് വയ്ക്കുകയാണ്. ഒപ്പം ഈ ഗോപൂജയിൽ നിന്ന് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും കൃതജ്ഞതയുടെയും പാഠം ഉൾക്കൊള്ളുകയാണ്. ഓം ശാന്തി.